നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. മഴമേഘങ്ങൾ വഴിമാറി കുസൃതിക്കൂട്ടങ്ങൾ സ്കൂളിലെത്തി. കണ്ണീരും പരിഭ്രമവുമായി പുതിയൊരു അധ്യയന വർഷത്തിനും തുടക്കമായി. രാപ്പകൽ ജോലി ചെയ്തിട്ടും ഓട്ടോ തൊഴിലാളികൾ പട്ടിണിയിൽ തന്നെ. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് MA കരീം. ഒളിഞ്ഞും തെളിഞ്ഞും വീണ്ടും അൻവർ. നിലമ്പൂർ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നു. മണലിൽ മയക്കുമരുന്നും ആയുധങ്ങളും പിടികൂടി. യുവാവും സ്ത്രീയും അടക്കം 2 പേർ അറസ്റ്റിൽ. ചുഴലി റോഡിൽ വൻ ഗർത്തം. ഇടപെട്ട പഞ്ചായത്ത് അധികൃതർ. പൈപ്പിംഗ് പ്രതിഭാസമെന്ന് ജിയോളജി വകുപ്പ്. കടലിൽ മുങ്ങിയ യുവാക്കൾക്ക് ദാരുണാന്ത്യം. മൃതദേഹങ്ങൾ കടൽ തീരത്തടിഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട മാതൃകയുമായി ചാപ്പ സ്വദേശി. നട്ടമരങ്ങളെ പരിപാലിക്കുന്നത് മക്കളെ പോലെ. ദേശവിരുദ്ധ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാൻ സർവകലാശാലകൾക്ക് കീഴിൽ നിരീക്ഷണ സമിതി. വിവാദ വിചിത്ര ഉത്തരവുമായി VC. SFI പ്രതിഷേധത്തിൽ ഉത്തരവ് പിൻവലിച്ചു. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ വിഷയം ഗവർണർ RSS ചട്ടുകമായി മാറുന്നുവെന്ന് ബിനോയ് വിശ്വം. ഭാരതാംബയ്ക്ക് RSS മുഖം നൽകുന്നു. കണ്ണൂരിന്റെ അരി വ്യാപാര രംഗത്ത് വിജയക്കുതിപ്പുമായി പറമ്പിൽ ട്രേഡേഴ്സ്. നെൽത്തരം അരികൾ ഗുണമേന്മ ചോരാതെ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യം. നോക്കാം വിശദമായ വാർത്തകൾ. മഴമേഘങ്ങൾ വഴിമാറിയ രാവിൽ വിദ്യാലയമുറ്റത്ത് കളിച്ചിരികളുടെ ആരവവുമായി അവർ വന്നെത്തി. കണ്ണീരും പരിഭ്രമവും വഴിമാറി ബലൂണിൻ്റെ നിറക്കാഴ്ചകളിൽ അവർ ഒന്നുചേർന്ന് 1ാം തരത്തിലേക്കുള്ള പ്രവേശനം ആഘോഷമാക്കി. കണ്ണൂർ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടന്ന മീൻകുന്ന് അഴീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിവിന്റെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് KV സുമേഷ് MLA പറഞ്ഞു. അറിവിനെ ആയുധമാക്കി ലോകം കീഴ്പ്പെടുത്തുന്ന കേരളത്തിന് ഇത്തരം ഇടപെടലുകൾ പുതിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത്. ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ വളർച്ചയ്ക്ക് മൂല്യവത്തായ സംഭാവനകൾ നൽകാൻ ഓരോ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണെന്ന് കേരളത്തെ സംബന്ധിച്ച്. കേരളം ഇന്ന് എല്ലാ കുടുംബങ്ങളും കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വരവേൽക്കുന്ന വളരെ ആവേശമുള്ള ഒരു ദിനമായിട്ടാണ് നാം ഇന്ന് സ്കൂൾ പ്രവേശന ദിനത്തെ കാണുന്നത്. കേരളത്തിൻ്റെ വളർച്ചയിലും മുന്നോട്ട് പോക്കിലും അറിവ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വ്യാപനം, അതിൻ്റെ ആധുനികവൽക്കരണം, എല്ലാ വീട്ടിലെയും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കുന്ന സാമൂഹ്യമായ ശക്തമായ ഇടപെടൽ, അങ്ങനെ അറിവിനെ ആയുധമാക്കി ഈ ലോകം തന്നെ കീഴ്പ്പെടുത്തിയ ഈ ലോകത്തെ ഭൂപ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കേരളമെന്ന്. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും MLA നിർവഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ സംരക്ഷണത്തിന് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ മുഖ്യ അതിഥിയായി. ബാലതാരം NP പ്രയാൺ വിശിഷ്ടാതിഥിയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർ ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T. സരള, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ NV ശ്രീജിനി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായ്പറമ്പ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ P. പ്രസീത, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജീഷ്, വൈസ് പ്രസിഡന്റ് A. റീന, അംഗങ്ങളായ KK മിനി, TP ലത, അനീഷ് ബാബു, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ EC വിനോദ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് KV വിനോദ് കുമാർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ K. സുരേന്ദ്രൻ, കണ്ണൂർ DEO നിർമ്മല ടീച്ചർ, പാപ്പിനിശ്ശേരി AEO ജാൻസി ജോൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീജ, പ്രഥമ അധ്യാപിക MS സരസ്വതി, വിദ്യാർത്ഥി പ്രതിനിധി ലക്ഷ്മി പ്രിയ, K. പ്രകാശൻ, കുഞ്ഞംസു മാസ്റ്റർ, വിനോദ്, സുധീർ ബാബു KP, ഹാരിസ് KV, സാനി പ്രഭ, AK ഷൈനി, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാപകലില്ലാതെ ജോലി ചെയ്തിട്ടും കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു.
കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി മാറിയപ്പോൾ KMC നമ്പർ 2600 നിന്നും KC നമ്പർ 4500 എന്ന നിലയിലേക്ക് ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അതായത് പഞ്ചായത്തിൽ പാർക്കിംഗ് പ്ലേസ് അനുവദിക്കാത്തതിനാൽ കണ്ണൂർ ടൌണിൽ 500 രൂപയുടെ എണ്ണയടിച്ചു ചുറ്റുന്നതിനാൽ റോഡിൽ ട്രാഫിക് തടസ്സം സൃഷ്ടിക്കുകയെന്നതല്ലാതെ തൊഴിലാളികൾക്ക് വരുമാനം ലഭിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈ എടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വോട്ട് ലഭിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായി വരേണ്ടത് എങ്ങനെയാണ്? കണ്ണൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള 2600 വണ്ടികൾ ഈ ടൗണിനകത്ത് പെർമിഷൻ നൽകുകയും കോർപ്പറേഷന്റെ അടിസ്ഥാനത്തിലുള്ള KC നമ്പറുള്ള മുഴുവൻ വണ്ടികൾക്കും അതാത് പഞ്ചായത്തുകളിൽ അല്ലെ അതാത് സ്ഥലത്ത് എവിടെയാണോ അവിടെ പാർക്കിംഗ് പ്ലേസ് നൽകി പ്രത്യേക സീരിയൽ നമ്പർ നൽകണം എന്നാണ് ട്രേഡ് യൂണിയന്റെ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് എതിർക്കുന്നവരുണ്ടാവാം. പക്ഷെ സ്വാഭാവികമായിട്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വണ്ടികൾക്ക് ഓട്ടം കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി ആയപ്പോൾ ഉണ്ടായിരുന്ന KMC നമ്പർ എന്ന് പറയുന്ന അത് പരിമിതപ്പെടുത്തി എത്ര നമ്പറാണോ ആ നമ്പറുകളിൽ ഈ കോർപ്പറേഷന്റെ അകത്ത് അതായത് ഈ പട്ടണവുമായി ബന്ധപ്പെടുത്തി ഓടാനും കോർപ്പറേഷൻ നിലത്ത് വ്യാപിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്ന പഞ്ചായത്തുകൾക്ക് അതാത് പഞ്ചായത്ത് സീരിയൽ നമ്പർ നൽകി പാർക്കിംഗ് പ്ലേസ് അനുവദിക്കണം എന്നതാണ് ട്രേഡ് യൂണിയൻ എന്ന നിലത്തിൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ പലരും അത് എന്താ പറയുക അത് പ്രാവർത്തികമാക്കാൻ ബന്ധപ്പെട്ട കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇവിടുത്തെ പല ട്രേഡ് യൂണിയനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. യോഗത്തിൽ KP സത്താർ അധ്യക്ഷത വഹിച്ചു. EP നാസർ, AP ഇബ്രാഹിം, റാസിഖ് മാട്ടൂൽ, CK മുഹമ്മദ്, അഷ്റഫ് മുല്ല, P വിജേഷ്, C വിനോദ്, P ഷിജോ, PP റിയാസ്, M ഹാഷിം, K അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KP സത്താർ പ്രസിഡന്റായും മുഹമ്മദ് സിനാൻ, KV അനി, C വിനോദ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും AP അസ്ലം ജനറൽ സെക്രട്ടറിയായും K ഷാഹിം, K ഹാഷിം, P ബിജേഷ് എന്നിവർ സെക്രട്ടറിമാരായും അഷ്റഫ് മുല്ല ട്രഷറർ ആയും യോഗം തെരഞ്ഞെടുത്തു. നിലമ്പൂരിൽ പിണറായിസം അവസാനിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ തൃണമൂൽ നേതാവ് PV അൻവർ ഒന്നുമല്ലാതാകുമെന്നും പവനായി ശവമായി എന്ന അവസ്ഥയിലായി എന്നും കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസ് ചെമ്പേരി. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. മുഖ്യമന്ത്രി പിണറായി നയിക്കുന്ന ഇടതുമുന്നണി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കും. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. താൽപര്യമില്ലാത്ത PV അൻവറിന് പിറകെയാണ് പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ. ഇത് നാണക്കേട് തന്നെയാണെന്നും ജോസ് ചെമ്പേരി മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ ധിക്കാരത്തിനും അഹന്തയ്ക്കും കാരണമായിട്ടുണ്ടായ ഒരു സൃഷ്ടിയാണ്. CPM-നോടൊപ്പം ചേർന്ന് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചുറ്റിപ്പറ്റി നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ സാധിച്ച ആളായി മാന്യൻ എറണാകുളത്തും കണ്ട് രാജകൊട്ടാരത്തിന്റെ ഭൂമി എടുത്ത് അവിടെ ഏതാണ്ടൊക്കെ കാണിച്ചെന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കി കഴിഞ്ഞ് അദ്ദേഹം ഒരു രാജിവെച്ചു. പിണറായിസം എന്ത് ഭയങ്കരമാണ്. പിണറായിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം രാജിവെച്ചു. ആ രാജിയുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-ന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥിയുടെ മെച്ചം മാത്രമല്ല അതിന് കാരണം. ഈ കോൺഗ്രസ്സുകാരെന്നാ ചെയ്യുന്നത്? അൻവറിന്റെ പുറകെ നടക്കുകയല്ലേ. നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ അൻവരെ പോകല്ലേ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാണം കെട്ട് നടക്കല്ലേ. അവസാനം അൻവർ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ടില്ല. ഞാൻ അന്നേരവും പറയാണ് ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ട്.
ചാലാട് മണലിൽ മയക്കുമരുന്നും ആയുധങ്ങളുമായി സ്ത്രീയടക്കം 2 പേർ അറസ്റ്റിൽ. മണലിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തയ്യിൽ സ്വദേശി സി സീനത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ക്വാർട്ടേഴ്സിൽ സ്കൂട്ടറിലെത്തിയ ഷാഹിദ് അഫ്നാസിനെ 4 ഗ്രാമോളം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു. 1.4 ഗ്രാം MDMA, വടിവാൾ, നെഞ്ചക്ക് എന്നിവയുമായാണ് ക്വാർട്ടേഴ്സിൽ നിന്നും ഇവരെ പിടികൂടിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ടൗൺ SI-മാരായ VV ദീപ്തി, K അനുരൂപ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരിടവേള. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. മലയോര മേഖലയിലെ പ്രധാന റോഡായ ചുഴലീച്ചങ്ങളായി പാതയിൽ വൻ ഗർത്തം. പനകുന്ന് ഭാഗത്തെ റോഡിലാണ് വൻ കുഴി രൂപപ്പെട്ടത്. റോഡിലെ ഗർത്തം സോയിൽ പൈപ്പിംഗ് മൂലമെന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സ്ഥിരീകരിച്ചു. ഗർത്തത്തിന് 4 മീറ്ററോളം ആഴമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലെ ഗർത്തം നികത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ചെങ്ങളായി അരിമ്പ്ര ചുഴലി റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഇത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തിയ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സ്ഥിരീകരിച്ചു. ഗർത്തത്തിന് 4 മീറ്ററോളം ആഴമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലെ ഗർത്തം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ ഇതുവഴി ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു. റോഡിന്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് 1 മീറ്ററിലേറെ ആഴമുള്ള ഗർത്തം രൂപപ്പെട്ടത്. നെല്ലിക്കുന്നിനടുത്തുള്ള ടർഫിന് സമീപമാണ് ഗർത്തം കണ്ടത്. 6 വർഷം മുമ്പ് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് മെക്കഡാം ടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണിത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിൽ ജിയോളജി വകുപ്പിലെ ഓഫീസർമാരും ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാനിറങ്ങിയ അപകടത്തിൽപ്പെട്ട 2 യുവാക്കളുടെയും മൃതദേഹം ലഭിച്ചു. ബുധനാഴ്ച രാവിലെ പയ്യാമ്പലം കടൽ തീരത്താണ് രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വാരത്തെ വി പ്രനീഷിന്റെ മൃതദേഹം അറേബ്യൻ ബീച്ച് റിസോർട്ട് പരിസരത്ത് കടൽ ഭിത്തിയോട് ചേർന്നാണ് കണ്ടെത്തിയത്. കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാനൂർ കൊടോളിപ്പുറത്തെ ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ചൊവ്വാഴ്ച ലഭിച്ചിരുന്നു. വാരം വലിയന്നൂർ വെള്ളോറ ഹൗസിൽ വി പ്രനീഷിനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായത്. കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദ നിലയത്തിൽ PK ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞെത്തിയ പ്രനീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൊട്ടിഘോഷിച്ച് നടത്തപ്പെടുന്ന പല പരിസ്ഥിതി ദിനങ്ങളുടെയും ശോഭ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാറുണ്ട്. നട്ടമരങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ വ്യത്യസ്തനാവുകയാണ് കാണിച്ചേരി ചാപ്പ സ്വദേശി അബ്ദുൽ സലാം. 10 വർഷം മുൻപ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ വലിയന്നൂർ ഡിവിഷനിൽപ്പെട്ട വലിയന്നൂർ മുണ്ടേരി റോഡിൽ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പുളിമരവും
വാഗയും ഇന്നും സംരക്ഷിച്ചു വരികയാണ് NKS ചിക്കൻ ഫാം ഉടമ കൂടിയായ അബ്ദുൽ സലാം. തണൽ വിരിച്ച മരങ്ങൾ കാണാൻ തന്നെ കുളിർമയേകുന്ന കാഴ്ചയാണിവിടെ. 10 വർഷത്തോളമായി നട്ട മരങ്ങളെ വളവും വെള്ളവും നൽകി സംരക്ഷിച്ചു പോരുകയാണ് കാണിച്ചേരി ചാപ്പ സ്വദേശി അബ്ദുൽ സലാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിരവധി വൃക്ഷത്തൈകൾ പലരും നട്ടുപിടിപ്പിക്കാറുണ്ടെങ്കിലും അവ സംരക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവം മാത്രമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 10 വർഷം മുമ്പ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ വലിയന്നൂർ ഡിവിഷനിൽപ്പെട്ട വലിയന്നൂർ മുണ്ടേരി റോഡിൽ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പുളിമരവും വാഗയും ഇന്നും സംരക്ഷിച്ചു വരികയാണ് NKS ചിക്കൻ ഫാം ഉടമ കൂടിയായ അബ്ദുൽ സലാം. ഇന്ന് ഈ പുളിമരത്തിൽ നിന്ന് നാട്ടുകാർക്ക് ഇഷ്ടം പോലെ പുളി പറിക്കാനുള്ള അവസരവും ലഭിക്കാറുണ്ട്. 5 വർഷത്തോളം സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ വേണ്ട സമയത്ത് വെള്ളവും വളവും നൽകി പരിപാലിച്ചിരിക്കുന്നതിനാലാണ് മരങ്ങൾ നന്നായി വളരുവാനും ഇന്ന് ഫലങ്ങൾ തന്നെ തണലേകുന്നതെന്നും അബ്ദുൽ സലാം പറഞ്ഞു. ഇത് കണ്ണൂർ കോർപ്പറേഷനിലെ വലിയന്നൂർ വയലാണ്. ഞങ്ങൾ 2015 ഈ റോഡിൻ്റെ നവീകരണം മെക്കാനം ടാർ ചെയ്തപ്പോൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഏകദേശം 100ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞങ്ങളതിനെ കൃത്യമായിട്ട് എല്ലാ വർഷവും വേനലിൽ വെള്ളം നനച്ചും ഒക്കെ പരിപാലിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഈ വൃക്ഷത്തൈകളെല്ലാം ഇന്ന് കായ്ച്ചു നിൽക്കുന്ന ഒരു സന്തോഷകരമായൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും 2025 ഒരു പരിസ്ഥിതി ജൂൺ 5 നമ്മളിതിന് കൊമ്പ് മോതലും വളപ്രയോഗവുമൊക്കെയായി ഈ മനോഹാരിത ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. ഇതിനുള്ള നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ വാസുവേട്ടനും ഷൈജുവും പ്രത്യേകിച്ച് എൻ്റെ മകനായ മുഹമ്മദ് റസലും പിന്നെ ഇവിടുത്തെ വലിയന്നൂർ വയൽ രവിയേട്ടൻ എന്ന് പറയുന്ന പ്രശസ്തനായ രവീൻ്റെ വീടിൻ്റെ വയലെന്നാണ് ഇവിടെ പറയുക ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ എല്ലാം രാവിലെ സംരക്ഷണവുമാണ് ഈ വൃക്ഷത്തൈകൾ ഇവിടെ വളർന്നു നിൽക്കുന്ന പ്രധാന കാരണം. എന്നാൽ പല മരങ്ങളും വൻമരങ്ങളായപ്പോൾ തന്നെ ആരൊക്കെയോ നശിപ്പിച്ചത് വളരെ വേദനാജനകമാണെന്നും അബ്ദുൽ സലാം കൂട്ടിച്ചേർത്തു. അന്നത്തെ സ്ഥലം MLA ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടിയായിരുന്നു 2015 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് NKS ചിക്കൻ ഫാമിന്റെ നേതൃത്വത്തിൽ 50ഓളം പുളിമരങ്ങൾ വലിയന്നൂർ വയൽ റോഡിന് ഇരുവശവും നട്ടതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടത്തുന്ന പരിപാടികളുടെ ഉള്ളടക്കം പരിശോധിക്കാൻ നിരീക്ഷണ സമിതി. VCയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ ദേശവിരുദ്ധ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സമിതിയെ നിയോഗിച്ചത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സമിതി രൂപീകരിച്ചത്. കണ്ണൂർ സർവകലാശാലയിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് വിചിത്ര ഉത്തരവുമായി സർവകലാശാല എത്തിയത്. സർവകലാശാലയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക നിരീക്ഷണ സമിതിയാണ് നിയോഗിച്ചത്. വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ 7-അംഗ സമിതിയാണ് രൂപവത്കരിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത ഉത്തരവിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. SFI പ്രവർത്തകർ സർവകലാശാല ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സമരക്കാർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ വൻതോതിൽ പിടിവലിയുണ്ടായി. ഏതാനും പേർ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതിനെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സമരക്കാർ ഗ്ലാസ് അടിച്ചു തകർക്കുകയായിരുന്നു. പിന്നീട് SFI നേതാക്കന്മാരെ VC ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയിൽ ഉത്തരവ് പിൻവലിക്കാമെന്ന് VC സമ്മതിച്ചതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. സമരത്തിന് K നിവേദ് അധ്യക്ഷത വഹിച്ചു. K പ്രണവ്, ഋഷിത C പവിത്രൻ, പ്രവിഷ, ജോയൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സർവകലാശാലയിലെ പരിപാടികൾക്ക് മൂക്കുകയറിടുന്നതാണ് ഉത്തരവെന്നാണ് ഇവരുടെ ആരോപണം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ചിലർ സർവകലാശാലയിൽ ചില പരിപാടികളിൽ അടുത്തിടെ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടന പരാതിയും ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ചാൻസലറായ ഗവർണറുടെ നോമിനിയായ വൈസ് ചാൻസലറുടെ ഉത്തരവെന്നാണ് സൂചന. സിറ്റി ന്യൂസ്, കണ്ണൂർ. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭാരതാംബയുടെ മുഖച്ഛായ ഇതാകണമെന്ന് ആരാണ് തീരുമാനിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. ഭാരതാംബ, ഭാരതമാതാവ് എന്നത് സങ്കല്പം മാത്രമാണ്. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണം.
രാജ്ഭവനെ BJP ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഗവർണർ പദവിയെ വേണ്ട എന്ന CPIയുടെ നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് അതൃപ്തി അറിയിക്കണോ എന്നത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന ഗവർണറുടെ കടുംപിടുത്തം അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഗവർണർ പദവി തന്നെ ആവശ്യമില്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഗവർണർമാർ രാഷ്ട്രീയ ചട്ടുകമായി അധപതിച്ചു. രാഷ്ട്രീയ വടംവലിക്കുള്ള പദവിയായി ഗവർണർ പദവി കാണരുത്. ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കുന്നതിനോട് ഒരു ഇന്ത്യക്കാരനും യോജിക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് മൗലികമായി ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ്. അത് CPIയുടെ ബേസിക് സ്റ്റാൻഡ്. ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുമ്പോൾ CPI സ്റ്റാൻഡ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചവിട്ടുപടിയല്ല, അതിൻ്റെ മാധ്യമവുമല്ല. പക്ഷെ കൂടുതലായിട്ട് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണ്ടി രാഷ്ട്രീയ ചട്ടുകമായി മാറാൻ ആവേശം കാണിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിപ്പറയലാണ്. ഗവർണർമാർ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റരുത്. ഭാരതമാതാവ് എന്ന സങ്കല്പം ഇന്ത്യക്കാർക്കെല്ലാം ആവേശം നൽകുന്ന പ്രതീകമാണ്. പക്ഷേ ആ ഭാരതാംബയ്ക്ക് RSS കൽപ്പിക്കുന്ന മുഖച്ഛായ വേണമെന്നും RSS ശാഖയിൽ ഉയർത്തുന്ന കൊടി ഭാരതമാതാവ് പിടിക്കണമെന്നും ആ മാതാവിന്റെ സിംഹാസനം ഒരു സിംഹമാകണമെന്നും ആ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കറിയാത്ത ഇന്ത്യയുടേതല്ലാത്ത ഭൂപടം വേണമെന്നുമുള്ള പിടിവാശിയൊന്നും രാജ്യം അംഗീകരിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂപടം എന്താണെന്ന്. അതല്ല രാജ്ഭവനിൽ ഗവർണർ ചൂണ്ടിക്കാണിച്ച ഭൂപടം. ഇന്ത്യയുടെ ദേശീയ പതാകയല്ല അവിടെ ഉണ്ടായിരുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അത്തരത്തിലുള്ള RSSന്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിന്റെ മുന്നിൽ പൂക്കൾ അർപ്പിക്കാൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് മന്ത്രി P. പ്രസാദിനെ ചടങ്ങ് ബഹിഷ്കരിക്കേണ്ടി വന്നത്. RSSന് ഇഷ്ടമില്ലാത്തതും ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ വ്യക്തിത്വമായ ജവഹർലാൽ നെഹ്റു കൃത്യമായി പറയുന്നുണ്ട് ആരാണ് ഭാരതമാതാവെന്ന്. ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ എല്ലാ ചരാചരങ്ങൾക്കുമാണ് ജയ് വിളിക്കുന്നത്. ആ ഉത്തമ ഗംഭീരമായ നിർവചനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഓർക്കുന്നു. ആ നിർവചനം വായിക്കാൻ CPI ഗവർണറോട് അഭ്യർത്ഥിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിനെ അന്നമൂട്ടി മേലെ ചൊവ്വയിലെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന പറമ്പിൽ ട്രേഡേഴ്സ് അരി വ്യാപാരത്തിൽ എന്നിവർ വിപണി കീഴടക്കിയിരിക്കുകയാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ അരികൾ ഹോൾസെയിൽ വിലക്കാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മേൽത്തരം പൊന്നിയരികളും ബിരിയാണി അരികളും പറമ്പിൽ ട്രേഡേഴ്സിൻ്റെ മാത്രം ട്രേഡ് മാർക്കാണ്. മറ്റ് ബ്രാൻഡഡ് അരികളും ഗുണമേന്മ ഒട്ടും ചോരാതെ കുറഞ്ഞ വിലയിൽ ഇവിടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. വിവിധ ബ്രാൻഡുകളുടെ നേരിയരി, കുറുവ, പൊന്നി, മട്ട അരികൾ ഹോൾസെയിലായി ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 സ്റ്റാർ പൊന്നി, ബിരിയാണി റൈസുകൾ തുടങ്ങിയവ പറമ്പിൽ ട്രേഡേഴ്സിൽ മാത്രം ലഭ്യമാകുന്നവയാണ്. വിവിധ തരത്തിലുള്ള അരികൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളാണ്. അരികളുടെ ഗുണനിലവാരമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് സ്ഥാപനമുടമ കാർത്തികേയൻ പറഞ്ഞു. അപ്പോൾ ഈടെ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊന്നിയരി ഈടെ കണ്ണൂർ കിട്ടൂല. നമ്മളുടെ അടുത്ത് മാത്രമേ ഈ തമിഴ്നാട് പൊന്നി കിട്ടും. എല്ലാം ബ്രാൻഡഡ് സാധനമാണ്. ഹോൾസെയിലിൻ്റെ ഇതാണ്, പൈസയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്താൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ അരിനെ പറ്റിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. പറമ്പിൽ ട്രേഡേഴ്സിൻ്റെ കുറേ കസ്റ്റമർ ഉണ്ട്. പിന്നെ നല്ല സാധനം എല്ലാം ബ്രാൻഡഡ്. നമ്മളെ ബിരിയാണി അരി ആയാലും വെള്ളക്കുറുവയായാലും മഞ്ഞക്കുറുവയായാലും
പിന്നെ പൊന്നി റൈസിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ കുത്തരി ആയാലും പിന്നെ ഏതായാലും നമ്മളെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അരിയാണ്. അത് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. പൈസ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുക. പിന്നെ പൈസ പ്രധാനമല്ല, കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയിൽ കൊടുക്കുക. കുറഞ്ഞ വിലയിൽ വിപണിയിൽ അരി ലഭ്യമാക്കുക എന്നതുകൂടിയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ 3 വർഷമായി കസ്റ്റമേഴ്സ് പറമ്പിൽ ട്രേഡേഴ്സിന് നൽകിയ പ്രോത്സാഹനവും വിശ്വാസവുമാണ് ഈ കാലയളവിൽ പ്രചോദനമായതെന്നും പറമ്പിൽ ട്രേഡേഴ്സ് ഉടമ പറഞ്ഞു. തറവാട് പേര് ചേർത്താണ് പറമ്പിൽ ട്രേഡേഴ്സ് എന്ന പേര് സ്ഥാപനത്തിന് നൽകാൻ കാരണമായത് എന്നും ഉടമ കൂട്ടിച്ചേർത്തു. പറമ്പിൽ ട്രേഡേഴ്സ് തുടങ്ങാൻ കാരണം എൻ്റെ അനീത്തിൻ്റെ ജ്ഞാപകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ സ്ഥാപനം നമ്മളെ വീട്ടിൻ്റെ തറവാട്ടിൻ്റെ പേരാണ് പറമ്പിൽ ട്രേഡേഴ്സ്. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.